വയനാട് ജില്ലാ പഞ്ചായത്ത് മീനങ്ങാടിയിൽ സംഘടിപ്പിച്ച ജൈവ വൈവിധ്യ കാർഷിക വിപണന മേള പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയുടെ ജൈവ സമ്പത്ത് കണ്ടറിയുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള നല്ല ഒരു വേദിയായി മാറി. അതോടൊപ്പം ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട സെമിനാറുകൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും മാറുന്ന വയനാടിനെക്കുറിച്ചും എന്തുകൊണ്ട് ഇത്തരത്തിൽ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും അറിയാനും അതിനെ അതിജീവിക്കാനുള്ള ചില പുതിയ മാതൃകകൾക്ക് തുടക്കം കുറിക്കാനുള്ള അത്തരം ചിന്തകൾക്ക് തുടക്കം കുറിക്കാനുള്ള നല്ല ഒരു വേദിയായി മാറി എന്ന കാര്യത്തിൽ തർക്കമില്ല. മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് മണ്ണിൽ വിളയുന്നത് ഭക്ഷിക്കുന്ന മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മനുഷ്യൻ്റെ പുനർജീവനം, അതിജീവനം അത് മണ്ണിലൂടെ തന്നെയാണെന്നും മണ്ണും പ്രകൃതിയും സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഏറി വരുന്നു എന്നുള്ള നല്ല ഒരു ഓർമ്മപ്പെടുത്തലായിക്കൊണ്ടാണ് 3 ദിനം നീണ്ടു നിൽക്കുന്ന ജാത്തിര പൂർത്തിയാകുന്നത്. ഇത് ഈ ജില്ലയുടെ വീണ്ടെടുപ്പിനുള്ള ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ 3 ദിവസം മീനങ്ങാടിയിൽ നടത്തിയ ജൈവ വൈവിധ്യ പ്രദർശന മേളയും കാലാവസ്ഥ ഉച്ചകോടിയും
വയനാട്ടിലെ കാലാവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ മുതൽ ഏറ്റവും മുതിർന്ന ആളുകളിൽ വരെ, ജനപ്രതിനിധികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെ എല്ലാവരിലേക്കും ഇതിൻ്റെ ഒരു അവബോധം എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ നമ്മളെയാണ്. പാവപ്പെട്ട കർഷകരെ, ക്ഷീരകർഷകരെ എല്ലാവരെയും ഇത് ബാധിക്കുന്നു എന്നുള്ളതൊരു ബോധ്യപ്പെടുത്തലാണ് ഈ കാലാവസ്ഥാ ഉച്ചകോടിയിൽ നമ്മൾ ഉദ്ദേശിച്ചത്. ഇന്ത്യയിൽ തന്നെ പ്രശസ്തരായ സയൻറ്റിസ്റ്റുകൾ, അക്കാദമിസ്റ്റുകളൊക്കെ നമ്മളുടെ ഈ വേദിയിൽ വരികയും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ആ പങ്കുവച്ച അഭിപ്രായങ്ങളും പൊതുജനങ്ങളിൽ നിന്നുള്ള സംവാദങ്ങളും ഉണ്ടായി. അതിലൊരുപാട് ആശയങ്ങൾ ഉരുത്തിരിയുകയും ചെയ്തു. ഇത്തരം ആശയങ്ങളും സംവാദത്തിൻ്റെ ഭാഗമായി വന്ന എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് വയനാട്ടിലേക്ക് പഴയ കാലാവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാൻ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് ഗൗരവമായി നമ്മൾ ആലോചിക്കും. അതിൽ പ്രകാരം നമ്മളൊരു ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ ഒരു പേപ്പർ നമ്മൾ പ്രസൻറ്റ് ചെയ്യും. മുഖ്യമന്ത്രി മുതൽ കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികൾക്കും വയനാട്ടിലെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ നൽകി ഒരു കൂട്ടായ്മയിലൂടെ വയനാടിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നേതൃത്വം നൽകാനുള്ള ആദ്യ പടിയാണ് നമ്മുടെ കാലാവസ്ഥാ ഉച്ചകോടി. Good for the nature, for find a lot of things, for good for health. Respects the wild nature. It's good. മീനങ്ങാടിയിലുള്ള ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വം നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടി മണ്ണ്, പരിസ്ഥിതി, മനുഷ്യന് വേണ്ടി എന്നുള്ള ഈ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ அபிமானமுண்டு. வணக்கம். நான் வந்து தமிழ்நாட்டிலேருந்து பார்த்தசாரதி. நான் இங்கே நடக்கிற வயநாட்டில் நடக்கிற சீட் ஃபெஸ்டிவலுக்கு வந்திருக்கேன். இங்கே நம்ம சீட் ஃபெஸ்டிவலில் நிறைய காய்கறி விதைகள், அந்த விதைகளில் கூட நம்மளுடைய ஆச்சரியப்படுறாங்க, இது இந்தமாதிரி பனை ஓலையில் பொருளாக இருக்கான்னு. அது எனக்கு ரொம்ப பிடிச்சிருக்கு இங்கே வந்து இது பண்ணுறது. केरळमध्ये वायनाड जिल्ह्यात मननगडीला जैविक महोत्सव म्हणजे बायोडायव्हर्सिटी फेस्टिवल आहे. त्याच्यामध्ये आपल्या महाराष्ट्रातील जे ज्वारीचे प्रकार लाँग चिली ഇത് മൊത്തം ലോകത്തെ ഭൂമിയെ മൊത്തമായി എടുത്ത് പരിശോധിക്കുമ്പോൾ റിപ്പോർട്ടാണ്.
വിളകളിലുള്ള വൈവിധ്യത്തിൻ്റെ യശസ്സുകൾ കേരളത്തിനകത്തും പുറത്തും പരത്താൻ കഴിയുള്ള ഒട്ടനവധിയും കർഷകരും കർഷക കൂട്ടായ്മകളും ജാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊരു അവസരം ജാത്ര ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാന കാലത്ത് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് കർഷകരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും ഇതിൻ്റെ സെമിനാറുകൾ നടക്കുന്നതായും കാണുന്നുണ്ട്. അപ്പം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങളിന്നിവിടെ. അയാളെ മൊത്തത്തിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ്. എല്ലാ തരത്തിലും നമ്മളെ പ്രൊഡക്റ്റ് എല്ലാം എത്തിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ല പോസിറ്റീവാണ്. നമസ്കാരം, ഞാൻ പ്രദീപ് വയനാട്. നമ്മളിവിടെ കാർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെയാണ് ഈ സാധനങ്ങൾ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചിട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നമ്മുടെ ഈ എങ്കുരംകോരി എന്ന് പറഞ്ഞ മേളയിൽ നമ്മൾ എത്തിപ്പെട്ട ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഇതിലാണ്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ധനസഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള വളരെ പിന്നോക്കം നിൽക്കുന്ന കലാകാരന്മാരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചിട്ട് അവരുടെ ജീവിതമാർഗ്ഗത്തിൽ ഒരു വിപണന സാധ്യത കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ഈ ഒരു സംരംഭം തുടക്കം കുറിച്ചത്. ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ മേളയിൽ ഒട്ടനവധി നല്ല സെമിനാറുകൾ എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. വളരെ കർഷകരെ സംബന്ധിച്ച് വളരെ വിജ്ഞാനപ്രദമായ സെമിനാറുകളായിരുന്നു. ജൈവ വൈവിധ്യവും കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയും അതിനെ തരണം ചെയ്യാനുള്ള രീതിയുമൊക്കെയാണ് സെമിനാറുകളിൽ അവതരിപ്പിക്കപ്പെട്ടത്. വളരെ പ്രഗത്ഭരായ വ്യക്തികളാണ് ഈ സെമിനാറുകൾ കണ്ടക്ട് ചെയ്ത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ജില്ലയുടെ മാറ്റുകൂട്ടുകയും കർഷകർക്ക് ഒരു ഉത്തേജനമായി തീരുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടും വളരെ ഭംഗിയായിരിക്കുന്നു. ഞാനൊരു 2000 ഡിസംബറിൽ തുടങ്ങിയതാണ് ഈ സംരംഭം. അന്നൊക്കെ ചന്തകളുണ്ടായിരുന്നു. അന്നൊക്കെ പിന്നെ അങ്ങനെ അതൊക്കെ കച്ചവടം നല്ല രീതിയിൽ നടന്നു. നമുക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് കിട്ടിയ സഹകരണമാണ്. ഇന്നും അവരുടെ സപ്പോർട്ടാണ് ഞാനിന്നും ഇവിടെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര വയ്യെങ്കിലും അത് വന്നുകൊണ്ടിരിക്കുന്നതും അവരുടെ സഹകരണവും ഇതൊക്കെയാണ്. നിസ്സാരം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കഞ്ഞി തന്നെ ഞങ്ങൾക്കൊരു പുണ്യമായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയി ഭക്ഷണം കഴിക്കും? അതൊന്നും വേറെ ഒരു ഇതും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അപ്പം അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. അവരുടെ സഹകരണവും സ്നേഹവും ഒക്കെയാണ് പിന്നെ ഇപ്പോഴും നിലനിന്ന് പോകുന്നതിൻ്റെ കാരണം. വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 3 ദിവസമായി സംഘടിപ്പിച്ചിരിക്കുന്ന വയനാട് ജില്ലാ കാലാവസ്ഥാ ഉച്ചകോടി അതിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഏറ്റവും കാതലായിട്ടുള്ള വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനവും അതുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനും അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനുമുള്ള താഴെ തട്ടിൽ നിന്നുള്ള ശ്രമങ്ങൾ. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാന വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, ഈ ഉച്ചകോടിയിൽ ഉരുത്തിരിഞ്ഞ് വന്ന കാര്യങ്ങൾ നമുക്ക് ലാർജർ കമ്മ്യൂണിറ്റിയിലേക്ക്, നമ്മുടെ പോളിസി മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ മാത്രമല്ല, നമ്മുടെ നാഷണൽ ലെവലിലേക്കും ഇൻ്റർനാഷണൽ ലെവലിലേക്കും ഇതെത്തിക്കാൻ കഴിയണം. അതിന് എൻ്റെ വ്യക്തിപരമായ സഹായങ്ങളും ആ ഒരു ക്രോഡീകരണത്തിലും അതിനെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിലും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിന് വേണ്ടിയുള്ള ഒരു ഫുഡ് കോർട്ട് നടത്താനാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇത് അഗ്രികൾച്ചർ ബേസ് ചെയ്ത് പ്രോഗ്രാമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത്. ഫസ്റ്റായിട്ട് എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കയറിയതിന് ശേഷമാണ് എന്താ പറയുക, അഗ്രികൾച്ചറിനെ പറ്റി എനിക്ക് പുതിയ പുതിയ അറിവുകൾ നേടാൻ പറ്റിയത്. അപ്പോൾ ഇതിൽ കയറാൻ പറ്റിയപ്പോൾ ശേഷം എനിക്ക് വലിയൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2-3 സെമിനാറിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് സഹായിച്ചെന്ന ഇവരാണ്.
ഇപ്പോൾ എനിക്ക് പുതിയ എന്താ പറയുക വലിയ ഓൾറെഡി ഇൻറ്റേൺഷിപ്പിന് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ എനിക്കും സെഫിനും കൂടി, പിന്നെ എൻ്റെ ഒപ്പം പഠിക്കുന്ന അൽഫോൺസ കോളേജിൽ മറ്റ് വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പകുതി എൻ്റെ പ്രായമുള്ള ഏകദേശം വിദ്യാർത്ഥികൾക്ക് എന്താ പറയുക അഗ്രികൾച്ചറിനെ പറ്റി കൂടുതൽ പഠിക്കാൻ അറിവ് കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിലൂടെ നമ്മളെപ്പോലത്തെ വിദ്യാർത്ഥികളാക്കും പുതിയ പുതിയ അറിവുകൾ നേടാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ വന്നതിന് ശേഷം എന്താ പറയുക, ഞാനിതുവരെ എൻ്റെ മുന്നിലുള്ള കാര്യം തന്നെ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അതിനെ പറ്റിയ കാലാവസ്ഥയെ പറ്റിയും അതുപോലത്തെ എൻ്റെ അഗ്രികൾച്ചറും നെല്ലുകളെ പറ്റിയൊക്കെ പഠിക്കാൻ പറ്റി. ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റിയാൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ജാത്ര എന്ന് പേര് നൽകി ഇത്തരത്തിൽ മേള സംഘടിപ്പിക്കേണ്ട കാരണമെന്ന് പറയുന്നത് വയനാടിൻ്റെ കാർഷിക മേഖലയുടെ തകർച്ചയും ജൈവവൈവിധ്യ ശോഷണവുമാണ്. 60 വർഷം മുമ്പുണ്ടായിരുന്ന വയനാടല്ല ഇന്ന്. ജൈവവൈവിധ്യങ്ങളുടെ ശോഷണം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ജീവജാലങ്ങൾ വംശനാശം വരുന്നു, ജലസ്രോതസ്സുകൾ വരളുന്നു, വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യൻ നാശം വിതയ്ക്കുന്നു. കാർഷിക മേഖലയിൽ നിന്ന് പുതിയ തലമുറ പൂർണ്ണമായും പിന്മാറുന്നൊരു സാഹചര്യം വന്നു. ഇതിനെന്ത് പ്രതിവിധി ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോഴുള്ള സമയത്താണ് ഇത്തരത്തിലൊരു മേള സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് തന്നെ. അത് ഞങ്ങൾ ജാത്ര എന്ന് പേര് കൊടുക്കേണ്ട കാരണമെന്ന് പറഞ്ഞാൽ ആദിവാസി ഗോത്ര സമൂഹത്തിലെ കുറുമ സമുദായക്കാരുടെ ഉത്സവത്തിൻ്റെ പേരാണ് ജാത്രയെന്ന്. ആ ജാത്ര എന്ന പേര് നൽകി ഞങ്ങൾ പരിപാടി ആരംഭിച്ച സമയത്ത് തന്നെ ഞങ്ങൾ ഇതിനകത്ത് തീരുമാനിച്ച ആഘോഷങ്ങൾ മാത്രമല്ല സെമിനാറുകൾ ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. കാർഷിക സെമിനാർ, കുട്ടികളുടെ സ്റ്റുഡൻസ് കോൺക്ലേവ്, അതുപോലെ തന്നെ കാലാവസ്ഥ ഉച്ചകോടി, BMCകളുടെ സെമിനാറുകളൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിൽ ബഹുമാനപ്പെട്ട കളക്ടറടക്കം പങ്കെടുത്ത ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, സെമിനാർ ഉണ്ടായിരുന്നു, കുട്ടികളുടെ കോൺക്ലേവ് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമാണ് അതിൽ നിന്നുണ്ടായത്. ആ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ ഒരു ജൈവവൈദ്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് അവതരിപ്പിച്ച വാക്കുകളൊക്കെ തന്നെ ഒരുപാട് പ്രതീക്ഷയിലെന്നാണ്. ഭാവിക്ക് ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ടെന്ന് നടത്തി അത് തർക്കമില്ല. കാരണം അവരാണ് ഇനി ഈ രാജ്യത്തെ നിലനിർത്തുന്നതും ഈ രാജ്യത്തെ സംരക്ഷിക്കപ്പെടേണ്ടവരും ജൈവവൈദ്യം സംരക്ഷിക്കപ്പെടേണ്ടത്. അതിലേക്ക് അവരിറങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമാണ്. കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ ഒരു ജില്ലയും ഇത്തരത്തിൽ കാലാവസ്ഥ ഉച്ചകോടി നടത്തിയിട്ടുണ്ടാകില്ല. ആ കാലാവസ്ഥ ഉച്ചകോടിയിൽ വയനാടിൻ്റെ കാർബൺ ബഹിർഗമനം എത്രയെന്നും അതുപോലെ തന്നെ എത്രത്തിൽ പരിഹാരം കണ്ടാൽ എത്തുമെന്നുള്ള ഒരു നിർദ്ദേശത്തോടെയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി കഴിഞ്ഞെന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ്. അതും ഈ മേളയുടെ ഒരു ഭാഗമായി ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള വിജയമാണ്. ആ സംഘാടനത്തിലൊക്കെ തന്നെ ഞങ്ങൾക്ക് വിജയമെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ആൾക്കാരെയും ഞങ്ങൾ നന്ദിയോടെ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു പുതിയ തലമുറ ഏറ്റെടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിന്നിവിടെ അവസാനിപ്പിക്കുന്നത്.